സ്വന്തം മുതലിൽ ഹക്ക് ചെയ്ത് ബാത്തിൽ ചെയ്ത് എന്നുള്ളൊരു ഉറപ്പ് കിട്ടൂല. എൻ്റെ മുതൽമൽ എന്തൊക്കെയാപ്പം ബാത്തിലായത്? ഞാൻ മക്കൾക്ക് തിന്നാൻ കൊടുത്തതിൽ ഹക്കല്ലാത്തതുണ്ടോ, ഞാൻ ഭാര്യക്ക് തിന്നാൻ കൊടുത്തതിൽ ഹക്കല്ലാത്തതുണ്ടോ എന്നുള്ള ഒരു ഉറപ്പ് കിട്ടൂല. നമ്മളതിനെ ന്യായീകരിക്കുക ചെയ്യുക. ആരാപ്പം ചെയ്യാത്ത, ആരാപ്പം വാങ്ങാത്ത, ആരാപ്പം അതൊക്കെ നോക്കുന്നത്, എല്ലാവരും ഇപ്പം അതൊക്കെ നോക്കിയിട്ടാ ഉണ്ടാക്കുന്നത്. ഈ ന്യായീകരണം തക്കുവല്ലാത്തവൻ്റെ ലക്ഷണമാണ്. മറ്റുള്ളവർ ചെയ്യുന്നത് എന്നല്ല, എനിക്ക് പടച്ചോനെ എൻ്റെ തക്കുവയോടുകൂടി മുൻപോട്ട് പോകാൻ, എൻ്റെ വിശ്വാസത്തിൻ്റെ കരുത്തോടുകൂടി മുൻപോട്ട് പോകാൻ റബ്ബിനോട് ചോദിക്കണം. കാരണം തക്കുവ എന്തിനും തക്കുവല്ലെങ്കിൽ, നമ്മൾ ഈ നമസ്കരിച്ച ലുഹർ നിസ്കാരം പോലും തക്കുവല്ലെങ്കിൽ ഈ അഭിനയം, ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ വെറുതെ ആയി പോകും. അള്ളാഹ് അവരെ പറ്റിയാ പറഞ്ഞത്, ആമിലത്തു നാസിബ തസ്ലാ നാറുൻ ഹാമിയ. ഒരുപാട് അധ്വാനിച്ച കണക്കുമായിട്ട് അവർ എൻ്റെ അടുത്ത് വരും, പക്ഷെ അവർക്ക് ഞാൻ നരകം മാത്രമേ കൊടുക്കൂ. കാരണം കൈ കെട്ടിയപ്പം ഓല മനസ്സ് വേറെവിടെയോ, സലാം വിട്ടുമ്പോഴും ഓല മനസ്സ് വേറെവിടെയോ, ഓല് നോമ്പ് വെൽക്കുന്നുണ്ടെങ്കിലും ഓല ജീവിതം